ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ അറിഞ്ഞാൽ ഞാൻ പുരക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അങ്ങോട്ടുള്ള ഉള്ള ചീരണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ എല്ലാം എടുത്ത വീഡിയോ ഞാൻ അപ്പോൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായി. അത് ഞാൻ ചില സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫുള്ള് ഡിലീറ്റ് ആക്കിയത്. കുറേ പുഡിങ്ങിൻ്റെ റെസിപ്പിയും 5-6 പുഡിങ്ങിൻ്റെ റെസിപ്പിയും എല്ലാം ഉണ്ടായി. എല്ലാം ഡിലീറ്റ് ആക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറേജ് ഫുള്ളായിട്ട് ബേജാറായിപ്പോയി അങ്ങനെ. അപ്പോൾ അതാ കുറേ മസാല കുറേ ഐറ്റമും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് നമ്മൾ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് രാവിലെ. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്, പെങ്ങന്മാരും ആങ്ങളുടോളും എല്ലാവരും കഥ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമല്ലേ പിന്നെന്താ അത് കഴിഞ്ഞിട്ടായിട്ടില്ല. പിന്നെ കുറേ വീഡിയോ ഇതാക്കി എന്നിട്ട് പിന്നെ ഇത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത്. ഞാൻ എല്ലാവരും എത്തിയിട്ടില്ലേ പിന്നെ പെങ്ങളടുക്ക് പോകുന്നതാണ് അസുറിൻ്റെ. അപ്പോൾ അവിടെ പോകുമ്പോൾക്ക് ഏകദേശം ഒരു വൈകുന്നേരം പോകാൻ എന്നിട്ടൊരു പ്ലാൻ ആക്കി. എൻ്റെ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ല നമുക്കില്ലേ ഏകദേശം ഒരു 9 മണി എന്തോ ആയിട്ടുണ്ട്. 9 മണിയാവും ഞാൻ എവിടേക്ക് പോലില്ല. നമ്മളെല്ലാം ഒരുങ്ങിയിട്ട് റെഡി ആയിട്ടാകുമ്പോഴേക്കില്ല അത് 9 മണി എന്നാണ്. എന്ത് കഥയെന്ന് അറിയുന്നില്ല. പിന്നെ മിന്നക്കും മദ്രസയും ഉണ്ട്, മദ്രസയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഓള് വന്നിട്ട് ഓളെ ഒരുക്കവും കാര്യങ്ങളെല്ലാം നമുക്ക് ടൈമാകുന്നത് എന്താകും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ ഉമ്മ ബാബിയാനി എൻ്റെ ഉള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലേ. അപ്പം ഞമ്മ കാക്കാൻ്റെ ഉള്ള അമ്മായിയോടും ജലീല ഞമ്മ ഒന്നിച്ചിട്ട് പോവാന്ന്. അങ്ങനെ അമ്മായിയും കാക്കാവും അമ്മായിൻ്റെ കാക്കാൻ്റെ മോളെല്ലാം അവിടെ റെഡി അതിന് വന്നിട്ട് ഞമ്മ ഇങ്ങനെ പോയിട്ട് അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആക്കിയിട്ട് വെച്ചിട്ട് തണുത്തിൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബെനത്തിട്ട് പോയിട്ടാകുമ്പോഴേക്ക് അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ തുടങ്ങിയില്ല നമുക്ക് കഥകൾ പറയാൻ. ഓരോരാൾ ഓരോരോ സ്റ്റോറി പറഞ്ഞുകൊണ്ടും അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചെല്ലിട്ട് പിന്നെ നമ്മളെ വരാൻ തുടങ്ങി. ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, അങ്ങനെ ഇങ്ങനെ മാതിൻ്റെ വീഡിയോ ഇങ്ങനെ ഓരോന്നിനോരോരോ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടുണ്ടോന്ന്. ഈ പിങ്ക് ഷോളിട്ടത് കാക്കാൻ്റെ മോള്, അപ്പുറത്തെ ബ്ലാക്ക് മച്ചഞ്ഞിൻ്റെ മോള്, എല്ലാവരും ജോബ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഇത് മച്ചഞ്ഞിൻ്റെ മോള് ടീച്ചറാണ്. അപ്പോൾ ഞാൻ ചില ടീച്ചർ ഇങ്ങനെ നഖം വെച്ചെങ്കിൽ അപ്പോൾ പിള്ളേർ എന്താക്കും നല്ലല്ലേ ഇങ്ങനെ ഓരോന്ന് പറയലാന്ന് പറഞ്ഞാൽ. അപ്പോൾ മച്ചഞ്ഞിൻ്റെ മോളും മോനും മക്കളും പുള്ളിമക്കളും ഞങ്ങളെല്ലാവരും ഓരോരു കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കഥ അറിയാതെ 2 പിള്ളേർ ഇങ്ങനെ മേലോട്ട് വെക്കുന്നത്. യോറ് എന്തിൻ്റെ പോയി കളിക്കുന്ന കളി എന്നിട്ട് അപ്പോഴാണ് മച്ചഞ്ചിൻ്റെ വലിയ മോള് വിളിക്കുന്ന സപ്പോയിലുണ്ടോള് കാനഡയിലാന്നുള്ളു പോയിട്ട് ഏകദേശം 6-7 മാസമായി. നിങ്ങൾ കള്ളന്മാരെ ഒന്നിച്ചിട്ട് കൂടുന്നു, എപ്പോഴും കൂടുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അവൾക്ക് ഭയങ്കര പരാതി അറിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്ന കാനഡക്ക് നിൻ്റെയൊക്കെ ഒന്നിച്ചിട്ട് കൂടാനും അങ്ങനെല്ലാം പറഞ്ഞിട്ട് അവൾ കുറേ നേരം ഫോണിൽ കൊണ്ടിക്കോണ്ടായി. അപ്പോൾ ആ ഗൾഫിലേക്കെല്ലാം പോയവർക്ക് അങ്ങനെയല്ല ഈ ഒന്നിച്ച് കൂടുതലൊരു മിസ് എന്നാന്നില്ല അല്ലേ ഫാമിലി ആയിട്ട്. ഇപ്പോൾ പിന്നെ മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പ് അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് വീഡിയോ കോളും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു കഥ അറിയുന്നില്ല പോയി എന്നുള്ളത്. അങ്ങനത്തെ ഉള്ളത് കഥ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഞമ്മ രാത്രി ഏകദേശം ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു 11-12 മണിയാകുമ്പോൾ വന്ന് നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പറ്, പായസം അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കിനെ ഞങ്ങൾ. അതെല്ലാം കഴിച്ചിട്ടായിട്ട് ഞമ്മ വേറെ വന്ന് കാക്കാൻ്റെ റൈയിൽ പോയി. അങ്ങനെ 1 മണി 12:30 ആ ഒരു ടൈം ആയിന് വരുമ്പോൾക്ക്. അതിന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വൈകുന്നേരം സിറോട്ട, ചട്ടിപ്പത്തൽ, പൊരിയപ്പം, വേള അങ്ങനത്തെ എല്ലാം കൊടുക്കാനുണ്ടായി. അങ്ങനെ അതെല്ലാം ഞാൻ രാവിലെ ചൂടാൻ തുടങ്ങിന്. ഇപ്പോൾ ഏകദേശം 2 മണി ചോറെല്ലാം വെച്ചിട്ട് അതിനാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. 2 മണി 3 മണീൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിന് ശേഷമില്ലേ ചൂടാറിയിട്ടായിട്ട് ഇതിനെ പാക്കാക്കിയിട്ട് കൊടുത്തിയാന്ന്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്ക് പരാതിയുണ്ട്. മുമ്പെല്ലാം കമൻറ്റിന് റിപ്ലൈ തന്നോണ്ട് ഇപ്പോൾ എന്തോ റിപ്ലൈ തരുന്നില്ല എന്നുള്ള വെച്ചിട്ട് റിപ്ലൈ തരാത്തത് എന്നില്ലെങ്കിൽ നമുക്കില്ലേ ഒന്നാമത് ടൈമില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുമ്പോൾ എപ്പോട്ട് റിപ്ലൈ ആക്കുമ്പോൾ ഒരു പാങ്ങാന്നില്ല. ഞാൻ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആരും ചൊടിക്കണ്ട, ബേജാറാക്കണ്ട, റിപ്ലൈ എല്ലാം നമ്മൾ തരാമെന്ന്. അപ്പോൾ ഓരോരാളെ റിപ്ലൈ ഞാൻ വായിക്കാവേ. പിന്നെ കീമ എന്ന് പറഞ്ഞെങ്കിൽ എന്തെന്ന് ചോദിക്കുന്നില്ല. കീമ എന്നല്ലേ ബീഫിൻ്റെ കീമാപ്പാവില്ലേ, ബീഫിൻ്റെ കറി അത്. പിന്നെ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇടാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇട്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇട്ട് അന്ന് എപ്പോഴോ മുമ്പ് അന്നിങ്ങനെ നോക്കാവേ. പിന്നെ കുമ്പളയിലേടെ പോരെ എന്നല്ല ചോദിക്കുന്നുണ്ട്. കുമ്പളയിൽ കുറച്ച് ഉള്ളിൽ തന്നെ റോഡ് സൈഡൊന്നുമല്ല നയിക്കാപ്പെന്ന് പറയും. പുഡിങ്ങിൻ്റെ പ്രൈസ് ചോദിക്കുന്നുണ്ടായി. അത് 25 ആൾ ആ ഒരു ട്രെയില് അതിന് 700 അത് നോർമലെല്ലാം 700. പിന്നെ കുറച്ച് സൂഫിൽ ഐറ്റംസ് അല്ലല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ട് പോരാന്ന്. അങ്ങനെ ഒരാൾ ആ ഒരു ട്രെയിൽ അത് 25 ആൾ കഴിക്കാൻ പറ്റുന്ന ട്രൈ ആണ്. പിന്നെ മാംഗോ പിക്കിളിന് പ്രൈസ് പറയുമോ നോക്കിയതാണ് kg 200 പിന്നെ പുഡിങ് റെസിപ്പി വേണം പ്ലീസ് നല്ല പറയുന്നുണ്ടായി. അപ്പോൾ പുഡിങ് റെസിപ്പി ഇൻഷാല്ലാ ഇട്ടുതരാം. ഓക്കെ, ഒരു സമയം കിട്ടുന്നില്ലടോ അങ്ങനെ. ഇന്നലെ ചോദിച്ചിട്ടുണ്ട് അവക്കാഡോ ബട്ടർക്ക് പകരം യൂസ് ആക്കലെന്ന്. ബട്ടർക്ക് പകരം ഒക്കെ പക്ഷെ നമ്മളേ ഈ ബ്രെഡ് ടോസ്റ്റ് ആക്കുമ്പോൾ അടിയിൽ ബട്ടർ വരട്ടണമെന്ന് പറഞ്ഞത് മനസ്സിലായോ.
ആങ്ങളുടെ എന്ത് കുഞ്ഞും ചോദിക്കുന്നുണ്ടായി ആണ് കുഞ്ഞറിഞ്ഞ പിന്നെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡെലിവറി വീഡിയോ ഇടുന്നില്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇടണം ഇൻഷാ അല്ലാ ഇടും പിന്നെ ഏടെ ഷോപ്പിലേക്ക് പോയെന്ന് ചോദിക്കുന്നത് വന്ന് നിൽക്കുന്നത് മനസ്സിലായിട്ട് ശരിക്കും വീഡിയോസ് എല്ലാം അടിപൊളി ഹായ് ഹായ് എന്നെല്ലാം പറയുന്നുണ്ടായി പിന്നെ നിൻ്റെ വിഷയം കേട്ടിട്ട് കാസർഗോഡ് ഓഫറിന് ചെല്ലിയിട്ട് പോയിട്ട് പൈസ പോയി എന്നല്ല ചെന്നുണ്ടായി അതെനിക്കൊന്നും മനസ്സിലായിട്ട് പൈസ പോയത് എങ്ങനെയെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡ്രസ്സ് എടുക്കണ്ടേ പോയാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ അങ്ങനല്ല നമ്മൾ ഡ്രസ്സ് എടുക്കണം നമുക്ക് പോയിട്ടാകുമ്പോൾ അവിടെ കുറച്ച് തപ്പണം തപ്പിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്കായെങ്കിൽ മാത്രമല്ല ഡ്രസ്സിൻ്റെ കഥയല്ല എന്തിൻ്റെ കഥ ആയെങ്കിലും അങ്ങനെയെങ്കിലും നമ്മൾ എടുക്കുന്നതിന് പോയിട്ടായില്ല വെറുതെ എടുക്കാതെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തെങ്കിൽ പിന്നെ പൈസ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലായിട്ട് ഡ്രസ്സ് വാങ്ങില്ല എന്നല്ല പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ ഡ്രസ്സും വാങ്ങണ്ടാവില്ല നമ്മളിങ്ങനെ കുറച്ച് തപ്പണം അതിൻ്റെ ഉള്ളിൽ അപ്പല്ലേ നമുക്ക് ലൈക്കായത് കിട്ടുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ലൈവിൽ പറ്റാന്ന് ചോദിക്കുമ്പോൾ കുറേ ആൾ ലൈവ് ഫ്രീ ഉണ്ടെങ്കിൽ കാണാമെന്നല്ല ചെല്ലിട്ട് കുറേ ആൾ മെസ്സേജിന് ഇന്നലെ രാത്രി ഞാൻ ലൈവിൽ വന്നിനെന്ന് പക്ഷെ അത് പോയിന് അത് കരിഞ്ഞിട്ടില്ലേ അത് ഇപ്പോഴും ചൊറായിക്കോണം എൻ്റെ വെക്കുന്നുണ്ട് ലൈവിൽ വന്നിട്ടില്ലേ നമുക്ക് അതിൻ്റെ എപ്പിസോഡ് അറിയുന്നത് ഫസ്റ്റ് വന്നല്ലേ എന്താക്കണ്ടേന്ന് അറിയില്ല കുറച്ച് നേരം ഉണ്ട് ഒരു 10 മിനിറ്റ് മണിക്കൂർ എന്തോ അപ്പം എന്നെ മഷാല്ല 20 ആളെന്തോ വന്നിന് എനിഷാല്ല ഇനി ഒരിക്കൽ വരാവേ അപ്പോൾ ഇത് കഥ എന്തെന്നറിയോ ഇതൊരു വലിയൊരു കഥ ഇഡ്ഡലി കഥയാണ് നമുക്ക് ഇഡ്ഡലീൻ്റെ പാത്രം എടുത്തോളം കിട്ടിയിട്ടില്ല ഞാൻ ഓൺലൈനിലും പോയിട്ടും തപ്പി അതൊരു ടൈം കുറച്ച് ലേറ്റായി പോയി ഞാൻ പോകുമ്പോൾ ഏകദേശം 9:30 മണിയെല്ലാം കഴിഞ്ഞിട്ട് ടൗണിൽ അപ്പോൾ പാത്രത്തിൻ്റെ ഷോപ്പെല്ലാം ബന്ധാക്കി പിറ്റേ ദിവസം നമുക്ക് ഉസ്താദിൻ്റെ ചോറിന് ഓർഡർ ഉള്ളത് അങ്ങനെ പോയിട്ട് ഇഡ്ഡലി കിട്ടിയിട്ടില്ലാങ്കോ നമ്മളെ വേറെ കാലിയാക്കാൻ കഴിയോ പോയിട്ടാകുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ അങ്ങനെ നമ്മളെ കുമ്പളിലുള്ള തട്ടുകടന്നില്ലേ മാഗിയും അവിൽ മിൽക്ക് ഞാൻ കുടിച്ചിട്ടാ പിള്ളേർ അവിൽ മിൽക്കെന്ന് നമ്മളെല്ലാവരും മാഗി എല്ലാം തോന്നിട്ടായിട്ടില്ലേ പിന്നെ ഒരു ചെറിയൊരു പീസ് കോഫിയും കേക്കും എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ വന്നത് എങ്ങനെ എനിക്ക് ഒന്ന് ടൗണിൽ കയറിയിട്ടാകുമ്പോൾ പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല എടുക്കെങ്കിലും അങ്ങനെതാ ജസ്റ്റ് ചെറിയൊരു പീസ് കേക്ക് എടുത്തിട്ട് നമ്മളെല്ലാവരും ഷെയറാക്കും നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും ഓരോന്നോരോന്ന് വേങ്ങിയിട്ട് മേങ്ങല പിള്ളേർക്കായെങ്കിൽ ഞങ്ങൾക്ക് ഷെയറാക്കും ഞങ്ങൾ 1-2 വേങ്ങിയിട്ട് എല്ലാവരും അപ്പുറം ഇപ്പുറം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തപ്പിപ്പൊടിച്ചിട്ട് എന്തെല്ലാം ആക്കിയിട്ട് കുമ്പള ഫുള്ള് കറങ്ങിയിട്ടും ഏടെ പാത്രത്തിൻ്റെ ഷോപ്പില്ല അന്നെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ എന്താക്കി ബാബിയോട് മേങ്ങാം പാത്രം ഒന്നും ഇല്ല എപ്പോഴും ബാബിയോട് തന്നെ മേങ്ങൽ അപ്പോൾ ഇന്നും ബാബിയോട് തന്നെ മേങ്ങാലിട്ട് ഞാൻ അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ട് പോയി ഞാൻ നല്ല പൊത്തിയിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഡ്ഡലിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെ പക്ഷെ എന്നാലും അറിയാത്ത ഇപ്പോഴത്തെ പിള്ളമാർക്കല്ലേ ഒരു കൊണ്ട ഊന്നില്ലേ അരിക്കൊണ്ട ഊന്നും പിന്നെ 1/4 കപ്പ് ചോറും ഒരു കൊണ്ട മിൽക്ക് മേഡിൻ്റെ കൊണ്ടയിൽ 1 കൊണ്ട പച്ചരിക്ക് പിന്നെ അരക്കൊണ്ട ഊന്ന് 1/4 കപ്പിലില്ലേ ചോറ് അതാണ് അതിൻ്റെ കണക്ക് പിന്നെ പണ്ടത്തെ ഉമ്മാമറൊന്നും കണക്കും മെഷർമെൻറ്റും എന്തോ നോക്കലില്ല ഇങ്ങനെയോട്ടാകെ ഒരു കൈ കണക്കിലിട്ടിട്ട് എടുക്കുന്ന നല്ല അടിപൊളി ഇഡ്ഡലി ആക്കുന്നില്ല അല്ലേ മെഷർമെൻറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞാനും അധികം മെഷർമെൻ്റ് ഒന്നും എടുക്കലില്ല ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല കറക്റ്റാക്കിയിട്ട് വെച്ചതാണ് ഞാനിപ്പോൾ 4 കൊണ്ട അരി എടുത്തിന് അതിലേക്ക് 2 കൊണ്ട ഊന്നിട്ടിന് പിന്നെ 2 കപ്പ് ചോറ് കൂട്ടുകൊടുത്തിന് ഓക്കെ അങ്ങനെ അപ്പോൾ ഞാൻ 3 അരക്കുമ്പോഴേക്കില്ലേ ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കണം കുറേ ആയപ്പോഴെങ്കിൽ കളർ മാറും ഒരിത്തിരി ഉലുവ കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് വേറെ അരച്ചതാണ് 3 നല്ല പേസ്റ്റായിട്ട് അരക്കണം തരി അരച്ചാൽ മതി അത് 2 വേറെ അരച്ചിട്ടില്ലേ നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം ഫുള്ളൊന്ന് മിക്സാക്കിയിട്ട് അളവും വെള്ളമെല്ലാം കറക്റ്റ് നോക്കിയിട്ടായിട്ട് മൂടിയിട്ട് വെക്കുക പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം മാറ്റി വെക്കുക രാവിലെയൊക്കെ നോക്കിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിനി പാത്രമല്ല ഇപ്പോൾ തപ്പണ്ടേൽ ഞാൻ ഞാൻ മെയിൽ പോയി എളുപ്പപ്പണിയല്ല ആക്കുന്നത് മിക്സിയിലെ ജാറിൽ തന്നെ മൂടിയിട്ട് വെച്ച് രാവിലെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ടായിട്ടില്ലേ നമ്മളെ കേക്കിൽ ഒരു ഇത്തിരി പീസ് ബാക്കിയുണ്ടായി 2 പീസിൽ 1 പീസിൻ്റെ പകുതി ബാക്കിയുണ്ട് അതിനന്ന് കഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചൺ ക്ലോസ് ആക്കിയിട്ട് പോയി പിന്നെ കിച്ചണിലോട്ട് കയറുന്നത് രാവിലെയാണ് അപ്പോൾ ഉസ്താദിന് ചോറുണ്ടായി ഓർഡർ തന്നെയാണ് ആ വലിയ പള്ളിയിലത്തെ ഉസ്താദിന് അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എല്ലാം ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വെച്ചിട്ടല്ല ജസ്റ്റ് ഒന്ന് വീഡിയോ ഞാൻ വോയിസ് കൊടുത്തിട്ട് ഇങ്ങനെ റൂമിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ പണി നോക്ക് കയ്യിലും കാലിലും മുഖത്തും എല്ലാം മഷി തേച്ചിട്ട് വന്നിന് അപ്പോൾ ഇല്ലേ ഈ ഓനയില്ലേ ജസ്റ്റ് 2 മിനിറ്റ് കണ്ടില്ല ഞാൻ മെല്ലെ പോയിട്ട് നോക്കണം എന്തെങ്കിലും ഒരു പണി എടുക്കുന്നുണ്ടാന്ന് അപ്പോൾ ഇതിനെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനെ കുഞ്ഞിനെ അങ്ങനെ പറയുന്ന എന്തിനു പേടിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒരു പണിയെടുത്തങ്ങാരെ അങ്ങ് പേടിപ്പിക്കണ്ടിക്കോ എന്നിട്ടില്ല ഓൻ്റെ ഒരു ആ മുഖഭാവം നോക്ക് ഞാനെന്തും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല അതുപോലെ പിന്നെ നമുക്ക് മക്കളോടൊരു ഇഷ്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഓരോ നീ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ എന്തായും അതിനെന്താക്കുമോ എക്സ്പെക്റ്റ് ആക്കും അല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയായി ഉറങ്ങി എണിച്ച് രാവിലത്തെ വെറുംചായയും നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെ മദ്രസ പോയി അതെല്ലാം കഴിഞ്ഞായി പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറീനെ ഈ നമ്മളെ ഇഡ്ഡലി നോക്കിയാൽ നല്ല
സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമെല്ലാം കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇങ്ങനെ ഉസ്താദിൻ്റെ ചോറിൻ്റെ ഓർഡർ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചോറെല്ലാം ഉണ്ടെങ്കിൽ ഉസ്താദിന് ഉണ്ടാകാൻ അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലോട്ട് കയറും. ഇല്ലെങ്കിൽ 7-8 മണിയാകുമ്പോൾ ഒരു ചോറിന് വന്നിട്ടാണ് ആ ടൈമിനെല്ലാം റെഡിയാണ്ടേ. അപ്പോൾ മാപ്പിളെല്ലാം ഫ്രൂട്ട്സ് എല്ലാം വെജീസ് എല്ലാം കട്ടാക്കി തരുന്നുണ്ട് സാമ്പാറിനുള്ള. ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായി. അങ്ങനെ ഒരു സൈഡ് അതാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ച കളർ ചട്നി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തെല്ലാം അറിയില്ല എല്ലാം പച്ച ഏതെല്ലാം ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഇട്ട് കൊടുക്കുക. പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ എൻ്റെ അടുത്ത് മാങ്ങ ഉണ്ടായി. ഞാൻ ഒരു ഇത്തിരി മാങ്ങ ഇട്ടിന്. പിന്നെ പുതിന ഇട്ടിട്ടുണ്ട്, തേങ്ങ, പുളി, പിന്നെ ഇഞ്ചി, ഒരു ഇത്തിരി വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ എന്താ ഇത്ര ഐറ്റംസ് ഇട്ടിട്ടില്ലേ. പേസ്റ്റല്ല, നല്ല ക്രഷ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കൂട്ടി വെച്ചിന്. അപ്പോൾ അങ്ങനെ അതാടെ റെഡി ആകുമ്പോഴേക്കില്ലേ നമ്മളെ സാമ്പാറുടെ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കാണിച്ചിട്ട് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അതെല്ലാം തിളക്കുന്നുണ്ട്. നമുക്ക് കലംപോരിട്ടായിട്ട് അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഓവർ വെള്ളമല്ല ഓവർ കട്ടിയല്ല, ആ ഒരു മിഡിലുള്ളതാണ് നമ്മൾ സാമ്പാർ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല മെച്ചാണ് സാമ്പാർ. അങ്ങനെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് അതിന് ശരി ഉപ്പ് കുറവെങ്കിൽ അപ്പം തന്നെ നോക്കാം. നമ്മൾ ചെക്കാക്കിയിട്ട് കൂടുതലുണ്ടാ കുറവെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഈ ചെക്കാക്കുമ്പോൾ മനസ്സിലാവും. കൂടിപ്പോയെങ്കിൽ എന്താക്കിറങ്ങാല അങ്ങനെ. അപ്പോൾ ഇല്ലേ നമ്മളെ സാമ്പാറല്ലോ കുറച്ച് വെള്ളമായിപ്പോയെങ്കിൽ ഒരു ടിപ്പ് എന്താ പറയുക, കടലപ്പൊടിയിൽ നിന്ന് നമ്മൾ 1 സ്പൂണോ 1 സ്പൂണോ മറ്റോ എടുത്തിട്ടില്ലേ സദാ വെള്ളത്തിൽ കലക്കുക. നല്ല പാങ്ങല കലക്കിയിട്ടായിട്ടില്ലേ ഈ സാമ്പാർ തിളക്കുമ്പോൾ അതിൽ കൂട്ടി കൊടുക്കാം. വെള്ളമായിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഈ സാമ്പാറാൻ പറ്റുമെന്ന് വെള്ളമായിപ്പോയെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഓക്കെ. അപ്പോൾ പുളിവെള്ളമെല്ലാം മസ്റ്റാന്ന് പറഞ്ഞാൽ സാമ്പാറിലേക്ക് പുളിയെല്ലാം ഇട്ടില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പുളി പിന്നെ പിന്നെ ഈ സാധനത്തിൻ്റെ പേര് ഞാനിട്ട മറന്നു കുറച്ച് കഴിയുമ്പോൾ ഓർമ്മാവും. അപ്പോൾ ചിലവ അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് അതിന് ശരി നല്ല ഭാഗങ്ങൾ തളിച്ചിട്ടായിട്ട് ഇതിന് ഗ്യാസ് ഓഫാക്കാൻ നമുക്ക് ചട്നീനൊന്ന് ഇതേ കലമ്പൊരി അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടില്ലേ ചട്നീനെ ഒന്ന് കലമ്പൊരിയിട്ട് എടുക്കാം. ഓക്കെ. എന്താ പറയുക പെരുങ്കായം ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു കുറച്ച് മല്ലിച്ചപ്പിലാണെങ്കിൽ നമുക്കൊരു നമ്മളെ മല്ലിച്ചപ്പൊരു വലം കയ്യല്ലേ വേള മുതൽ മീനിൽ മുതൽ ബീഫിൽ ചിക്കനിൽ മട്ടനിൽ എല്ലാത്തിലും ഒരു മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലെങ്കിൽ എന്തോ ഒരു ബേജാറ് പോലെ ഒരു നേരോ പോയ പോലെ മല്ലിച്ചപ്പൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ. പിന്നെ എൻ്റെ ഈ മാപ്പിളുടെ ഉമ്മലല്ലേ മുട്ടൻ്റെ മഞ്ഞത്തണ്ണി എല്ലാം ആക്കുന്നത്. മല്ലിച്ചപ്പില്ലെങ്കിൽ മുട്ടക്കറിയേ വെക്കല്ല ഞാൻ അത്രക്ക് നിർബന്ധമാണ് മല്ലിച്ചപ്പിന്. അപ്പോൾ ഇതൊരു വലിയൊരു കഥ തന്നെ ഉണ്ട്. ഞാനെടുത്ത തിരക്കിൽ ഉസ്താദിനുള്ള സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഓൾ എന്നെ കേൾക്കാകും. നമ്മ തൊടാനേ കഴിയല്ലോ. ഞാൻ എന്നെ റെസിപ്പി ആക്കും, ഞാൻ എന്നെ ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്നോട് ഡൗട്ട് കേട്ടിട്ട് മാഷാഅല്ലാഹ് നല്ല അടിപൊളി കേക്കാക്കിനോള് പറഞ്ഞാൽ അങ്ങനെ ഓൾ കേക്കാക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ. ടിഫിന് നിറയ്ക്കണോ, പിള്ളേരെ സ്കൂളത്തെ സെറ്റാക്കണോ, അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ സ്കൂളിലേക്ക് ഫുഡ് കൊടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഉസ്താദിൻ്റെത്, അതിൻ്റെ ഇടയ്ക്ക് മഹദണിച്ചിട്ടുണ്ട് നമ്മളെ ഫുഡ്. ഓ മൈ ഗോഡ്, ആ ഒരു രാവിലെ എന്തോ ഒരു തിരക്കുണ്ടായി. അപ്പോൾ നല്ല മസാല അടിപൊളി ഇഡ്ഡലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ട് ചുടവേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണോ. ഇഡ്ഡലി ചുട്ടിന, സാമ്പാറാക്കിന, ചട്നി ആക്കിന എന്നല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉസ്താദിനെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഒരു ഇത്തിരി നമുക്ക് അപ്പുറത്തേക്കെല്ലാം കൊടുക്കാം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അപ്പുറത്തേക്കെല്ലാം കൊടുക്കുമ്പോൾ ഒരു മജയാണ്. ഓരുടെ എന്തെങ്കിലും വെച്ചെങ്കിൽ നമുക്ക് തരും, നമ്മളുടെ എന്തെങ്കിലും വെച്ച് ഓർക്ക് കൊടുക്കും. അങ്ങനെ കുറേ ഒന്നുമല്ല, നമ്മളിപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഫുള്ളാവാനൊന്നും പോകുന്നില്ല. പക്ഷേ ഉള്ളതിൻ്റെ ഒരു കപ്പാതി അങ്ങനെ ഷെയറാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പുൽസ് വേറെ തന്നെ. അങ്ങനെ മിന്നുവിനോടെല്ലാം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇഡ്ഡലിയും സാമ്പാറെല്ലാം ടോപ്പ് നല്ല ചെല്ലുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാലത്ത് ഇഡ്ഡലിയും സാമ്പാറെല്ലാം കഴിക്കാൻ. അങ്ങനെ ഉസ്താദിനെല്ലാം കൊടുത്തിട്ട് വിട്ടതിന് ശേഷം പിന്നെ നമുക്കുള്ള ഫുഡും കഴിച്ചു. പിന്നെ പുള്ളറ് പോന്നേണ്ട് ഞാൻ ചെല്ലല്ലേ പുള്ളറിയില്ലേ ഈ ഗവൺമെൻറ് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നാട്ടി അയപ്പളം കുറിച്ച് കൊടുത്തെങ്കിലേ ഈ എൽമ്പില്ല. ഇത് 50, 20, 30, 20, 50 മിതാദിനില്ലേ ഒരു നാള് 30 ഉറുപ്പ്യൻ്റെ ചോറ് പോകാൻ ബസ്സിന് 10 പേരാണ് ബസ്സിന് 50 ഉറുപ്പ്യാണ്. അപ്പോൾ ഞാൻ എന്താക്കും 200 കൊടുത്തിട്ട് 4 ദിവസത്താക്കും. പക്ഷെ അത് ചെയ്യുന്നില്ല. ഈ ഓരോരിക്കില്ലേ ചോറ് 30 ഉറുപ്പ്യെങ്കിൽ ഓരോരിക്കും 35 ഉറുപ്പ്യ ഉണ്ടാകുന്നു, ഓരോരിക്കും 40 ഉറുപ്പ്യ അങ്ങനെല്ലാം ഉണ്ടാകുന്നു. പിന്നെ എല്ലാവരും കൂടി മന്തിയെല്ലാം വയ്ക്കുന്നെങ്കിൽ 50 ഉറുപ്പ്യ ഉണ്ടാകുന്നു. അങ്ങനെ എന്തല്ലോ. അപ്പോൾ ഞാൻ ചെല്ലല്ലേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം നാട്ടി മലയാളം മീഡിയം വേണ്ടായിരുന്നു. ഡെയിലി വേണം പൈസ ഈ രണ്ടാൾക്കും. തന്നുവിൻ്റെ പ്രശ്നമില്ല രണ്ടാളത്. അങ്ങനെ പിന്നെ ടിഫിന് കൊണ്ടുപോകും. മിതാദിന് ടിഫിന് കൊണ്ടുപോകാൻ കുറച്ച് പിള്ളേർ വലുതായില്ലേ.
അങ്ങനത്തെ സാമ്പാറും ഇതെല്ലാം ആയിട്ട് എല്ലാവരും കഴിച്ചിട്ടതിന് ശേഷം ഞാനും മാപ്പിളെല്ലാം കഴിക്കുന്നുണ്ട്. പിള്ളമാരെല്ലാം പോയി. അങ്ങനെ ഒരു വിധം നമുക്കിത് മാത്രമല്ല, ഇനി ഉച്ചക്കത്തതുകൊണ്ട് ടേബിളിലെല്ലാം ഇല്ലേ ഒരു കാലിടാനുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് ഫുള്ളാണ് എല്ലായിടത്തും. അപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ടിഫിന് റെഡിയാണ്. ടിഫിന് കാണുമ്പോൾ തന്നെ പടിയാന്ന്. അങ്ങനെ ഇഡ്ഡലിയെല്ലാം ചുട്ടിട്ട് റെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റുള്ള ഈ ബാറ്ററിയില്ലേ ഇതിനെ ഞാൻ കളയുന്നില്ല. എന്താ കുറേ ടിഫിനിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ നമുക്ക് പഴംപൊരി എല്ലാം ആക്കുമ്പോൾ നമ്മളെ വേക്കാച്ചില്ലല്ലേ, വേക്കാച്ചെല്ലാം ആക്കുമ്പോൾ കയ്യിലേക്ക് ഒരിത്തിരി ഇട്ടെങ്കിൽ നല്ല പൊങ്ങി ഹോട്ടലെല്ലാം ചെയ്യുന്നില്ല അതുപോലത്തെ പഴംപൊരി ആയിട്ട് കിട്ടും. നമുക്ക് ഈ എണ്ണക്കടിയിൽ ഇഷ്ടം പഴംപൊരി, നമുക്കൊരു ഓർമ്മാകുമ്പോൾ ഒരു പഴംപൊരി ആക്കണം. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് മറ്റിയൊക്കെല്ലാം ഉണ്ടാകുക അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്ക് കൊടുത്തത് മന്തി ആയിരുന്നു. അപ്പോൾ മന്തീൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മന്തിക്ക് എന്തെല്ലാം റേറ്റ് ആകുമ്പോൾ വേണ്ടിയത് ചിക്കന് ഒരു ഇത്തിരി കളറ്, ഉപ്പ്, തൈര് അത് മിക്സാക്കിയിട്ട് വെച്ചതിന് ശേഷം മല്ലിച്ചപ്പ് ഒരിത്തിരി, പുതിന ഒരിത്തിരി, ഒരു 5, 6, 7, 8, 9, 10 പച്ചമുളക്, പിന്നെ ഡ്രൈ ലെമണ്, പിന്നെ പട്ടായലൊക്കെ ഗ്രാമ്പു, ഈ സാധനങ്ങൾ, പിന്നെ നമ്മളെ മാഗി ക്യൂബില്ലേ അതെല്ലാം ഇട്ടിട്ട് ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പങ്കല കൈ വെച്ച് മിക്സ് ആക്കിയിട്ടില്ലേ ഉപ്പിടണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിൽ നമ്മളില്ലേ പിന്നെ അരി വെള്ളത്തിലിടണം. ഞാൻ എടുക്കുന്നതില്ലേ സെല്ല റൈസാണ് നീളത്തിൻ്റെ അരി. അതൊരു 20 മിനിറ്റ് അല്ല, ഞാനൊരു 10 മിനിറ്റ് വെക്കലുണ്ട്, ചിലപ്പോൾ അരമണിക്കൂർ വെക്കലുണ്ട്, 3/4 മണിക്കൂർ വെക്കലുണ്ട്, അത് പ്രശ്നമില്ല. അത് വെള്ളത്തിലിട്ടിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ റെഡിയാക്കാം. ഞാനൊരു ആലാൻ്റെ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ അയാൾ വൈറലിൻ്റെ അപ്പുറത്തായിന് ഇതെന്ത് ഏത് ഇതിൻ്റെ പേരെന്ത് അലാലിയങ്ങുന്നതാ ഇതാണ് റിന്നാലറിഞ്ഞ ഇത് വയറ്റിലേക്കെല്ലാം ഇടാം, ഫ്ലോറിലേക്ക് ഇടാം, തുടക്കുമ്പോൾ ഇടാം, എല്ലാ ബാത്റൂമിലേക്ക് ഇടാം, ക്ലോസറ്റിലേക്ക് ഇടാം, എല്ലാത്തിലേക്ക് ഇടാവേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് കാണിച്ചത്. അപ്പോൾ അതാ നമ്മളെ റൈസിനുള്ള വെള്ളം തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. മന്തിൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ വെള്ളമില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക് ഇത് നമുക്ക് മാറ്റിയേക്കാം. അരിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 75% വേവിച്ചിന്, 90% 75% വേവിച്ചിട്ട് അതിനെ ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താക്കാം, ഇതിന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ആ വെള്ളത്തിന് ഞാൻ വേറെ മാറ്റി വെച്ചിന്. എന്നിട്ട് ഒരിത്തിരി ചോറിട്ട് കൊടുക്കുക, ലെയറായിട്ട് അതിൻ്റെ മസാലിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുക, വീണ്ടും വെള്ളം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആയിട്ടില്ലേ നല്ല പങ്കല മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നല്ല ഉപ്പും എരിവും. ഇപ്പോൾ അധികം ആൾക്കാർ നമ്മൾ ഇങ്ങനെ എന്തോ കുറേ ഐറ്റംസ് ഇടുന്നില്ല, മാഗി ക്യൂബും അതിൻ്റെ മസാല ഇട്ടും കൈ. പക്ഷെ നമുക്ക് എരിവും പുളിയും എല്ലാം ഉപ്പ് പോലെ ഇഷ്ടമല്ലേ. ഒരാൾ മാഗി ക്യൂബ് ഇട്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ഇടല്ല, അത്ര ഉപ്പ് മതി എന്നിട്ട്. പക്ഷെ നമ്മൾ അങ്ങനല്ല അല്ല, നമുക്ക് പിന്നെ ഈ കൊടിയമ്മക്കാർക്ക് കുറച്ച് ഉപ്പും പുളിയും എരിവല്ല കുറച്ച് കൂടുതൽ തന്നെ. അതുകൊണ്ട് അതിലേക്ക് ഉപ്പിടും, തൈരിടും, പച്ചമുളക് എക്സ്ട്രാ ഇടും, അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കും അങ്ങനെ. അപ്പം ഞാനെപ്പോൾ മന്തി കാണിക്കുമ്പോൾ കുറേ ആൾ മന്തി റെസിപ്പി കാണിക്കും പറയലുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ആക്കേണ്ടത് എന്താ പറയുക, മുളക് പൊടി പറയാൻ മറന്നുപോയി. മുളക് പൊടി ഇടണം. അപ്പോൾ വേറെ എന്നൊരു ഫ്ലേവർ വരുന്ന പറഞ്ഞാൽ നല്ല എരിവോട് കഴിക്കാനല്ലേ നമുക്കിഷ്ടം. അങ്ങനെ എരിവോടെ കഴിച്ചതാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാ ഞാൻ ചാർക്കോള് ബൗൾ എടോ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി ചാർക്കോളിൻ്റെ മുകളിൽ മെല്ലെ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നല്ല പുകയെല്ലാം വന്നിട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഉസ്താദുമാർക്കെല്ലാം കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മോൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മന്തിയും സൽസയും പിന്നെ ഇതിപ്പോൾ കൊടുത്തത് ഫ്രൂട്ട്സും അങ്ങനെ ആക്കിയിട്ട് ഉസ്താദിന് ഉച്ചക്കത്തതൊന്ന് സെറ്റാക്കി. ഇനി രാത്രിയിലത്തത് ഈ വീഡിയോയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. രാത്രിയിലത്തെ കഥ എന്താ പറയുക, രാത്രി ഞാൻ കൊടുത്തത് ചിക്കൻ മഞ്ഞത്തണിയും പിന്നെ പ്ലേറ്റിൽ കൂട്ടിയതില്ലേ പുഡിങ്ങപ്പം നമ്മൾ അതാണ് കൊടുത്തത്. അത് നല്ല അടമായി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്ന് പെരക്ക് പോകാൻ എന്തോ ആവശ്യമുണ്ടായി. ഇന്നിപ്പോൾ ഞാൻ പെരക്ക് പോയേ ശരിക്കും ഓർമ്മയില്ല, എന്തിനോ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കി റെഡിയാക്കിയിട്ടില്ലേ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അയാൾ വന്നിട്ട് അവനെ വേഗം നമ്മൾ പോകുമ്പോൾ എന്നെ കൊടുക്കാറില്ല വെച്ചത്. പക്ഷെ നമ്മളെ ഈ കിലോ ഒരുങ്ങലാകുമ്പോഴേക്ക് അയാൾ വന്നിട്ട് അങ്ങനെ അയാളിൽ കൊടുത്തതാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാന്നൊരു ഓർഡർ. പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ഓർക്കെന്തിപ്പോൾ ഉണ്ടായിന് ചിക്കൻ ഫ്രൈയും പുഡിങ്ങും എന്തോ ഒരു അപ്പം ഉണ്ടായിന്. അങ്ങനെ അതാ പുഡിങ് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാടെ റെഡി ആകുന്നുണ്ട്. പിന്നെ 10 പുളിവാളം ചിക്കൻ ഫ്രൈ ഒരാൾക്ക് പുഡിങ് അങ്ങനെ ഉണ്ടായിന്. അതെല്ലാം കൊടുത്തിട്ടായിട്ട് നമ്മളെ ആങ്ങളുടെ സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അത് കേൾക്കാതെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ ചോറ് വയ്ക്കാതെ പോയി നമ്മൾ കഞ്ഞി കൊടുക്കയിൽ കയറിയിട്ട് ചോറെല്ലാം വെച്ചിട്ടായതിനു ശേഷം പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ ആടെ കഞ്ഞി കൊടുക്കാൻ്റെ പുറത്തില്ലേ മറ്റേ വാച്ചിൻ്റെ ഷോപ്പ് ഉണ്ടായി. അതിൽ നല്ല ബാങ്കിൾ റിങ്ങെല്ലാം കണ്ട് വെറുതെ ഒന്ന് കയറിയിട്ടില്ലേ ഒരു
ബാങ്കിളും ഒരു റിങ്ങെല്ലാം എടുത്തിട്ടുണ്ടായി. നല്ലുണ്ട്, കുറേ കളക്ഷൻ ഇല്ല, കുറച്ചേ ഉള്ളത്, പക്ഷെ കാണാൻ നല്ല വൃത്തിയുള്ള കുറച്ച് 4 സാധനമെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ ഒരു ബാങ്കിളും ഇത് എടുത്തിന്. ഇപ്പോഴത്തെ നാൾ പൊന്നിച്ചിട്ട് പുറത്ത് ചെയ്തെങ്ങനെ അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് നോക്കാവേ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.